ദൈവവുമായി പാപത്തിലൂടെ അകന്നുപോയ മനുഷ്യനെ അടുപ്പിക്കുന്നതാണ് സുവിശേഷം. ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ള കാരണം ഓൾറെഡി ദൈവത്തിന്റെ കൂടെ ആയിരുന്നു. എന്നാൽ ദൈവത്തോട് കൂടെയായിരുന്ന മനുഷ്യൻ ദൈവത്തിന്റെ ചിന്ത തിരിച്ചറിയാൻ കഴിയാതെ, ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കാൻ കഴിയാതെ ദൈവത്തിൽ നിന്നും അകന്നു മാറുവാനിടയായി. ഒരനുസരണക്കേടിലൂടെ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു മാറുവാനിടയായി. കാരണം ദൈവം നമ്മുടെ സൃഷ്ടാവാണ്. നമ്മെ സൃഷ്ടിച്ച, നമ്മെ വീണ്ടെടുത്ത, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തന്റെ ഓമനപുത്രനായ ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി നൽകിയത്, നമുക്ക് വേണ്ടി പകർന്നു തന്നത് പിതാവായ ദൈവമാണ്. പിതാവായ ദൈവം പാപത്തിലൂടെ അകന്നുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ തന്റെ സ്വന്തം പുത്രനെ യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി നൽകുവാനിടയായി. ദൈവത്തിന്റെ പുത്രനായിരുന്നു, ദൈവത്തോട് കൂടെ ഇരുന്നവൻ. വേദപുസ്തകം പറയുന്നു, തന്റെ മാറിലിരുന്ന തന്റെ പുത്രനെ സൃഷ്ടിയായ മനുഷ്യന് വേണ്ടി, അനുസരണക്കേടിനാൽ അകന്നുപോയ മനുഷ്യന് വേണ്ടി തന്റെ പുത്രനേക്കാൾ ഉപരി, ദൈവപുത്രനേക്കാൾ ഉപരി ദൈവം ലോകത്തെ സ്നേഹിക്കുവാനിടയായി. തന്റെ പുത്രനേക്കാൾ ഉപരി സ്നേഹിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് മറ്റാരുമല്ല, ഞാൻ പകൽക്കാലം വിളിച്ചു പറയുന്ന കർത്താവായ യേശുക്രിസ്തുവാണ്. മരണത്തിന് വിധിക്കപ്പെട്ടിരുന്ന മനുഷ്യനെ വീണ്ടെടുക്കുവാൻ, പാപത്തിലൂടെ അകന്നുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ, നിത്യനരകത്തിലേക്ക് വിധിച്ചിരുന്ന മനുഷ്യനെ വീണ്ടെടുക്കുവാൻ, നാം മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് വേണ്ടി മരിക്കുവാൻ സ്വർഗീയ പിതാവായ ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി മരണത്തിന് ഏൽപ്പിക്കുവാനിടയായി. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് ഇന്നേക്ക് 2022 വർഷമായി. യേശുക്രിസ്തു വന്നത് തന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനാണ്. യേശുക്രിസ്തു വന്നത് തന്റെ പിതാവിനെ പരിചയപ്പെടുത്തുവാനാണ്. യേശുക്രിസ്തു വന്നത് ഇരുളിലിരിക്കുന്ന ജനത്തെ, അന്ധകാരത്തിൽ പിടഞ്ഞു ജീവിക്കുന്ന മനുഷ്യരെ ഇരുണ്ട മനസ്സിനെ അടിമയായി പാപത്തിൽ നിന്നും പുറത്തു വരുവാൻ കഴിയാതെ ഈ
ലോകത്തിന്റെ അധികാരിയായ പിശാചിന്റെ കയ്യിൽ നുകതുല്യനായി തീർന്ന മനുഷ്യനെ മനുഷ്യൻ ചെയ്ത പാപത്തിനു വേണ്ടി തന്റെ ജീവനെ ലോകത്തിനു വേണ്ടി കൊടുക്കുവാനാണ് യേശുക്രിസ്തു വന്നത്. യേശുക്രിസ്തു ജീവിക്കുവാൻ വേണ്ടി വന്നവനല്ല. യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കുവാൻ വന്നതാണ്. എന്തിന്? നമ്മെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ, നമ്മെ പിതാവിനോടുകൂടെ ചേർക്കുവാൻ, ദൈവത്തോട് അടുക്കാതെ വണ്ണം പാപമെന്ന നടുച്ചുവരിനാൽ അടയ്ക്കപ്പെട്ട മനുഷ്യനെ തന്റെ ജീവനിലാൽ, തന്റെ മരണത്താൽ ആ ചുവർ, പാപമെന്ന ചുവർ ഉടയുവാനിടയായി. നാം മരിക്കേണ്ട സ്ഥാനത്ത്, നാം അനുഭവിക്കേണ്ട കഷ്ടത യേശുക്രിസ്തു അനുഭവിക്കുവാനിടയായി. ഈ ഭൂമിയിൽ യേശുക്രിസ്തു ഒരു നല്ല മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിക്കുവാനിടയായി. 3.5 വർഷം യേശുക്രിസ്തു ഈ ഭൂമിയിൽ, 33.5 വർഷം യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിക്കുവാനിടയായി. ജീവിച്ചിരുന്ന് പാപികളെ വീണ്ടെടുക്കുവാൻ, മനുഷ്യന്റെ പാപത്തെ ചൂണ്ടിക്കാണിച്ച് മനുഷ്യന്റെ വിഷയത്തിന് പരിഹാരം വരുത്തി, കുരുടന് കാഴ്ച, ചെകിടന് കേൾവി, മനുഷ്യന്റെ വിഷയത്തിൽ, അന്ന് മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരുന്ന വിഷയത്തെ, അന്ന് മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രതിസന്ധികളെ യേശുക്രിസ്തു തന്റെ വാക്കിനാൽ നീക്കുവാനിടയായി. ഒരിക്കൽ താൻ എന്തിനാണ് ഇവിടെ വന്നത്? താൻ തന്റെ ജനത്തിനു വേണ്ടി, ലോകത്തിന്റെ പാപത്തിനു വേണ്ടി മരിക്കുവാൻ, മരണത്തെ ഏൽക്കുവാൻ ഈ ഭൂമിയിൽ വന്നു എന്ന് തന്റെ ശിഷ്യന്മാരോട് പറയുവാനിടയായി. ഇതാ നോക്കിക്കേ, അനേക വ്യക്തികൾ ഈ ഭൂമിയിൽ വന്നു, അനേക വ്യക്തികൾ ഈ മണ്ണിൽ ജനിച്ചു വീണു. ജ്ഞാനികൾ, ശ്രേഷ്ഠന്മാർ, അധികാരികൾ. എന്നാൽ അവരെല്ലാവരും മരിച്ചു മൺമറഞ്ഞുപോയി. അവരുടെ കല്ലറകളിൽ അവർ ജനിച്ചതും മരിച്ചതുമായ ഡേറ്റുകൾ എഴുതി വച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ വിളിച്ചു പറയുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ കല്ലറ, ആ കല്ലറയിൽ അവൻ ഉയർത്തെഴുന്നേറ്റ് ഡേറ്റ് എഴുതി വെച്ചിരിക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റ് എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു മരിക്കുവാനിടയായി. യേശുക്രിസ്തു ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജനത്തിന്റെ
യേശു ക്രിസ്തുവിന്റെ മേൽ ചുമത്തി. കള്ളസാക്ഷിയിലൂടെ യേശു ക്രിസ്തുവിന് ന്യായം വിധിക്കുവാൻ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ന്യായാധീശിയായ വ്യക്തി ജീവിതം അടുക്കലേക്ക് ക്രിസ്തുവിനെ കൊണ്ടുപോകുവാനിടയായി. യേശു ക്രിസ്തുവിനെ ന്യായം വിധിച്ചപ്പോൾ ന്യായവിധി കർത്താവ് പറയുന്നു, ഇവരിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. ന്യായം വിധിക്കുന്ന പീലാത്തോസ് പറയുക, ഈ പുണ്യവാനായ ക്രിസ്തുവിന്റെ മേൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. ഒരു കുറ്റവും കാണാത്ത, ഒരു കുറ്റവും അവന്റെ മേൽ ചുമത്തുവാൻ കഴിഞ്ഞില്ല. കുറ്റവിമുക്തനായി നിന്നപ്പോൾ ജനമാർത്തു വിളിക്കുവാനിടയായി അവനെ ക്രൂശിക്കുക എന്ന്. നോക്കണം, യേശു ക്രിസ്തുവിനെ ക്രൂശിക്കണം. പക്ഷെ നോക്കിക്കേ, നീതി പറയുന്ന, ന്യായം വിധിക്കുന്ന ന്യായാസനം പറയുന്നു യേശു ക്രിസ്തു നീതിമാനാണെന്ന്. ജനം പറയുന്നു യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുക എന്ന്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ജനത്തിന്റെ ആരവം നിമിത്തം യേശു ക്രിസ്തുവിനെ, കുറ്റമില്ലാത്തവനെ ക്രൂശിക്കുവാൻ വിധിച്ചു. പ്രിയമുള്ള സ്നേഹിത, അറുക്കുവാൻ ഒരാടിനെ കിട്ടിയാൽ അറവശാലയിൽ എങ്ങനെയായിരിക്കുമോ അപ്രകാരമായിരുന്നു യേശു ക്രിസ്തുവിനെ പടയാളികൾ ചെകിടത്തടിച്ചു. യേശു ക്രിസ്തുവിന്റെ മുഖത്ത് മാറി മാറി തുപ്പി യേശു ക്രിസ്തുവിനെ അപമാനിച്ചു. യേശു ക്രിസ്തുവിനെ നിന്ദിച്ചു. യേശു ക്രിസ്തുവിനെ പരിഹസിച്ചു. യേശു ക്രിസ്തുവിന്റെ ശരീരം ഒരു പാട മുഴുവൻ മറിച്ചിടുന്നതുപോലെ അവന്റെ ശരീരം പടയാളികൾ അടിച്ചു കീറുവാനിടയായി. അവസാനത്തുള്ളി രക്തം വരെ ഈ ഭൂമിയിൽ ഒഴുകുവാനിടയായി. പ്രിയ കുഞ്ഞെ, പ്രിയ സ്നേഹിത, തന്റെ ജീവൻ നമുക്ക് വേണ്ടി നൽകുവാനിടയായി. അവസാനം ഒരു മഹാകുറ്റവാളിയായി യേശു ക്രിസ്തുവിനെ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കുവാനിടയായി. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, എന്നാൽ മൂന്നാം ദിവസം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. യേശു ക്രിസ്തു പാപത്തെ ജയിച്ച്, മരണത്തെ ജയിച്ച്, പാതാള ഗോപുരങ്ങളെ ജയിച്ചുകൊണ്ട് സകല മാനവരാശികളെയും പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് സകല മാനവരാശികളുടെയും പാപത്തിനു വേണ്ടി തന്റെ ജീവനെ വിലയായി കൊടുത്ത് നമ്മെ ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് വിലക്കി മേടിച്ചു. ഇന്നു മുതൽ ഈ സുവിശേഷവുമായി ഞാൻ കടന്നു വരുവാനുള്ള കാരണം, നിന്നെ ഈ ഭൂമിയിൽ നിന്ന് വിലക്കി മേടിച്ച, നീ അനുഭവിക്കേണ്ട മരണത്തിൽ നിന്ന്
സംഭവിക്കുവാനിരിക്കുന്ന നിത്യമായ നരകത്തിൽ നിന്ന് നിന്നെ വിലക്കി മേടിച്ച നീതി സൂര്യനായ തേജസ്സിന്റെ രാജ്യത്തിൽ ദൈവപുത്രനായി, ദൈവമകനായി, ദൈവത്തിന്റെ പ്രിയപുത്രനായി ദൈവരാജ്യത്തിലേക്ക് നമ്മെ വിലക്കി മേടിക്കുവാനിടയായി. യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ എന്താണ് സംഭവിച്ചത്? അടയ്ക്കപ്പെട്ട സ്വർഗരാജ്യം നമുക്ക് തുറക്കുവാനിടയായി. അടഞ്ഞുകിടന്ന പിതാവുമായുള്ള ബന്ധം, സൃഷ്ടാവുമായുള്ള ബന്ധം നമുക്ക് തിരികെ ലഭിച്ചു. നഷ്ടപ്പെട്ടുപോയ തേജസ്സിന്റെ വസ്ത്രം യേശുക്രിസ്തുവിന്റെ ക്രൂശിലൂടെ തേജസ്സിലേക്ക് നടത്തുന്ന ജീവന്റെ വസ്ത്രം നമുക്ക് ലഭിക്കുവാനിടയായി. പ്രിയ കുഞ്ഞേ, ഈ വചനവുമായി ഇവിടെ കടന്നു വരുവാനുള്ള കാരണം നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ ആദരിക്കുന്ന, നിന്നെ തള്ളിക്കളയാതെ, നിന്നെ ഉപേക്ഷിക്കാതെ, നിന്നെ മാറോട് ചേർക്കുന്ന, നിന്റെ വേദനയെ എടുത്തു മാറ്റുന്ന, നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ഒരു സൃഷ്ടാവായ ദൈവം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പ്രിയ കുഞ്ഞേ, ഈ ഭൂമിയിലെ ജീവിതം ഏറെ വിലയുള്ളതാണ്. എങ്ങനെയെങ്കിലും ജീവിച്ചു മരിക്കാനല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. നാം അനുഭവിക്കുന്ന ഈ ജീവിതം ഒരിക്കൽ കണക്ക് കൊടുക്കേണ്ടവരാണ്. യേശുക്രിസ്തുവാകുന്ന രക്ഷകന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നാം നിൽക്കേണ്ടവരാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, ആ ന്യായവിധി നിന്നെ തേടി വരുവാൻ ഇടയാകാതിരിക്കണമെങ്കിൽ നിന്റെ പാപത്തെ നീ ഏറ്റുപറയുക. നിന്റെ പാപ സ്വഭാവത്തെ യേശുക്രിസ്തുവിനാൽ മുമ്പിൽ ഏറ്റുപറയുക. പാപത്തെ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ മകനായി, ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി നിന്റെ ജീവിതത്തെ മാറ്റുവാൻ നീ തയ്യാറാണോ? ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ ഈ ദൈവത്തിന്റെ വചനം നിങ്ങളെ തേടി വന്നതിന്റെ ലക്ഷ്യം, യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. പാപത്തിൽ ജനിച്ച്, പാപത്തിൽ ജീവിച്ച്, പാപത്തിൽ മരിക്കേണ്ടവനല്ല. പാപത്തിൽ ജനിച്ചു എങ്കിലും പാപത്തെ ഉപേക്ഷിച്ച് നീതിക്ക് ജീവിച്ച് ദൈവരാജ്യത്തിൽ മരണാന്തരം ദൈവപുത്രനായി സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം. നമുക്ക് വേണ്ടി രണ്ട് വഴി വച്ചിരിക്കുന്നു. ഒന്ന്, മരണാന്തരം നമുക്ക് വേണ്ടി ദൈവം രണ്ട് വഴി വച്ചിരിക്കുന്നു. ഒന്ന്, ജീവനിലേക്കുള്ള വഴി. രണ്ട്, നിത്യനരകത്തിലേക്കുള്ള വഴി. ആ വഴിയിൽ യാത്ര ചെയ്യുന്നത് ഈ ഭൂമിയിലെ ജീവിതമാണ്. ഇന്ന് പകൽക്കാലം ഒരു പുതിയ ജീവിതം, ഒരു പുതിയ വഴി യേശുക്രിസ്തു നിനക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്. ആ ജീവനിലേക്കുള്ള വഴി തിരഞ്ഞെടുത്ത് ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കുവാൻ ദൈവമായ കർത്താവ് ഈ ദേശത്തെ അതിനായി ഒരുക്കട്ടെ.